ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് കർക്കിടക മാസമായിട്ട് അമ്മ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള ഒരു തോരൻ വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ, അതായത് അതിൻ്റെ ഗുണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, എന്നാലേ നമുക്ക് ഇതൊന്ന് വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാവുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് ആ സ്പെഷ്യൽ തോരൻ എന്നും എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്നും ഒന്ന് നോക്കാം. ഒരു ഇല കൊണ്ടുള്ള തോരനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് വീട്ടിൽ തന്നെ ഉള്ളതാണ്. അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പോവാം. നമ്മുടെ വീടുകളിലും പാടവരമ്പത്തും ഒക്കെ സുലഭമായിട്ട് കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമായ കുടങ്ങലിൻ്റെ ഇല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ തോരൻ തയ്യാറാക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഇതിന് അത്ര പരിചയം ഉണ്ടാവില്ല. സംസ്കൃതത്തിൽ ഇതിനെ മണ്ടൂകവർണി എന്നും സരസ്വതി എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ കുടങ്ങലെന്നും മുത്തുളെന്നും ഒക്കെയാണ് ഇതിനെ പറയുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഇല നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നമ്മൾ മണ്ണിനോട് ചേർന്ന് വളരുന്ന സസ്യമായതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൽ നമ്മൾ വീണ്ടും നന്നായിട്ട് ഇങ്ങനെ ഒലിച്ച് കഴുകിയെടുക്കണം. ഈ ഒരു ഇല നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറും നട്ടലും കൂടി ചേർന്നിരിക്കുന്ന ആ ഒരു ഷേപ്പിലായിരിക്കും ഇത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും നല്ല ഓർമ്മയും ബുദ്ധിയും ഒക്കെ ഉണ്ടാവുന്നതിനും ഒരുപാട് പ്രയോജനങ്ങളുള്ള ഒരു ലീഫാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗങ്ങളൊക്കെ പറയാം. ഇത് വീട്ടിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എവിടുന്നെങ്കിലും ഒരു ചെറിയ മൂടി കൊണ്ടുവന്നിട്ട് ഒന്ന് പിടിപ്പിക്കാനായിട്ട് നോക്കണം. പിന്നെ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ പോലും ഒരു ചട്ടിയിലേക്ക് ഇതൊരു ചെറിയ മൂട് വെച്ച് പിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ ഒരു വീട്ടിലേക്കുള്ളതെല്ലാം അതിൽ നിന്ന് കിട്ടും. ഇനി കഴുകിയെടുത്തത് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് തോർന്നു പോകാനായിട്ട് ഇങ്ങനെ വെക്കാം. ഈ വെള്ളം തോർന്നു പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 5-6 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെയും കൊച്ചുള്ളിയുടെയും കണക്കൊന്നും കറക്റ്റ് അല്ല, കാരണം നമ്മൾ എത്രത്തോളം വില എടുക്കുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളകും കൂടി നമ്മുടെ എരിക്കനുസരിച്ച്. ഇനി ഈ ഇല നമുക്ക് സാധാരണ നമ്മൾ ഇലക്കറികളൊക്കെ ചീരയൊക്കെ അരിയുന്നത് പോലെ ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനൊക്കെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് കുടങ്ങൽ. അതുപോലെ ബുദ്ധിവികാസത്തിനും ഓർമ്മയ്ക്കും ഒക്കെ കുടങ്ങലും ബ്രഹ്മിയും കൂടി നെയ്യിൽ കാച്ചുന്ന ഒരു വിധമുണ്ട്. അത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഐക്കാർട്ടിൽ കൊടുക്കാം, അതും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ആർത്രൈറ്റിസ് പോലുള്ള രോഗാവസ്ഥയിലൊക്കെ കുടങ്ങൽ ചേർന്ന മരുന്ന് ഭയങ്കര ഫലപ്രദമാണ്. മഞ്ഞപ്പിത്തം പോലെയുള്ള കരൾ രോഗങ്ങൾ, അതേപോലെ തന്നെ ആർത്തവ വേദന കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് കഴിക്കുന്നത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി നമുക്ക് ഒരു പിടിയോളം തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി എടുത്തു വെച്ച തേങ്ങയിലേക്ക് അല്പം ജീരകപ്പൊടിയും, ജീരകം ചേർത്താലും മതി. ഇപ്പം ഞാനിവിടെ ജീരകം പൊടിയായിട്ടാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിക്കുമ്പോൾ അതിലിടാനായിട്ട് നമുക്ക് കുറച്ച്, അതായത് ഒരു 3-4 കൊച്ചുള്ളിയും കൂടി സ്ലൈസ് ആക്കി എടുക്കാം. ഈ കടുക് പൊട്ടിക്കുക എന്നുള്ള പ്രോസസ്സ് നമുക്ക് ആദ്യം തന്നെ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ഒന്നുകിൽ തുടക്കത്തിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് തോരൻ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കടുക് വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയെല്ലാം നോർമലായിട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ അറിയാമായിരിക്കുമല്ലോ, മൺചട്ടി ഉപയോഗിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, അതിൽ എണ്ണ ചൂടായി കടുക് പൊട്ടി വരുന്നതിന് കുറച്ച് സമയമെടുക്കും. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 2 വറ്റൽമുളകും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൊച്ചുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത ഒരു സ്റ്റൗവിലേക്ക് ഒരു പാത്രം എടുത്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രമാണോ ഉള്ളത് അത് ഉപയോഗിക്കാം. പക്ഷേ മൺചട്ടിയിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ കുറച്ചും കൂടി ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത കൊച്ചുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച ഇല കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം.
പൊതുവേ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ എല്ലാം കുറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതേപോലെയുള്ള ഇലവർഗ്ഗങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ട് കൂട്ടും. പിന്നെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കും കർക്കിടക മാസത്തിൽ മുരിങ്ങയില ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അതിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ മുരിങ്ങ നട്ടിരുന്നത് കിണറിൻ്റെ അടുത്തായിട്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ മുരിങ്ങയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ഈ മണ്ണിൽ നിന്നുള്ള വിഷാംശം എല്ലാം വലിച്ചിട്ട് ഇതിൻ്റെ തണ്ടിൽ സൂക്ഷിക്കും. പിന്നീട് കർക്കിടക മാസം ആകുമ്പോൾ നല്ല മഴയായിരിക്കും. ആ മഴ സമയത്ത് ഈ മണ്ണിൽ നിന്നുള്ള ജലാംശം മൊത്തം ഇത് തണ്ടിലേക്ക് വലിച്ചെടുക്കുമ്പോൾ അതിന് മൊത്തത്തിൽ തണ്ടിൽ ഉൾക്കൊള്ളാനാവാതെ ആവുകയും അത് കുറേയൊക്കെ ഇലയിലേക്ക് തള്ളുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിൽ മുരിങ്ങയില ആരും ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. അതായത് ഈ വിഷാംശം മൊത്തം ഇലയിലേക്ക് തള്ളുന്നത് കാരണം ഇലയിൽ കൂടുതലായിട്ട് കയ്പ്പ് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതുമല്ല. ഇപ്പോൾ നമ്മുടെ ഇല പകുതിയോളം കുക്കായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒരു 2-3 മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഈ കർക്കിടകത്തിൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വളരെയധികം ആരോഗ്യപൂർണ്ണമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.